മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ആരംഭിച്ചു. ഇത് ഒരു രോഗിയിൽ മാത്രമല്ല ഒരുപാട് കുഞ്ഞുങ്ങളിൽ കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. കുഞ്ഞ് കരയുമ്പോഴൊക്കെ അല്ലെങ്കിൽ കുഞ്ഞ് ഇപ്പൊ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കരയും. അപ്പോഴൊക്കെ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ സംഭവിക്കുന്നതാണ്. കുറവ് കൊണ്ടാണ് കുഞ്ഞ് സദാസമയം കരയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ഒരു റീസൺ എന്ന് നമുക്ക് പറയുന്നത്, ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് നവജാത ശിശുക്കളുടെ കരച്ചിൽ എന്തുകൊണ്ടാണ് എന്നതാണ്. ഒരു പുതിയൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ കരയുമ്പോൾ എന്തിനാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നത് വലിയൊരു മാനസിക സംഘർഷത്തിന് കാരണമാകുന്നു. എന്ത് ചെയ്തിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നില്ല. പലപ്പോഴും അമ്മമാര് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, രാത്രി മുഴുവൻ അല്ലെങ്കിൽ പകൽ മുഴുവൻ കരയുന്നു, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണിച്ചിട്ടും മാറുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പലരും കുഞ്ഞ് വാവകളെ ചികിത്സിച്ചൊരു അനുഭവത്തിൽ ഇതിന്റെ കുറച്ച് സാധ്യതകളാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. അപ്പോൾ ഇതിൽ ഒന്നാമത്തേതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അടുത്ത് എൻ്റെ ഒരു രോഗി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞ ഒരു കുഞ്ഞിന് എപ്പോഴും കരച്ചിലാണ്. അപ്പം ഞാൻ അമ്മയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് മനസ്സിലായി അമ്മയിൽ ഉണ്ടാകുന്ന ഭയങ്കരമായ അസിഡിറ്റി ഉള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിലേക്കും ഈ അസിഡിറ്റി ഉള്ള ഒരു ശരീരം വരികയും ഈ അസിഡിറ്റി മൂലമാകാം കുഞ്ഞിന്റെ ഈ ഒരു കരച്ചിലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസിഡിറ്റി മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടി വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ആരംഭിച്ചു. ഇത് ഒരു രോഗിയിൽ മാത്രമല്ല ഒരുപാട് കുഞ്ഞുങ്ങളിൽ കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നമ്മൾ ഒരു 2 ml 3 ml ഒക്കെ മരുന്നാണ് ഫില്ലറിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നത്. പക്ഷെ കുട്ടിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാവുന്ന വലിയൊരു ആശ്വാസമുണ്ട് കുഞ്ഞിന്റെ കരച്ചിലില്ലാതാവുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ചികിത്സിക്കുമ്പോൾ ഒരു പുറത്തുനിന്ന് ഒരു വിദേശത്തുനിന്ന് ഒരു രോഗി വന്നു. അമ്മയും കുഞ്ഞും ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ്. പക്ഷെ പ്രസവാനന്തര ശുശ്രൂഷിക്കുന്നു. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിൽ എപ്പോൾ റൂമിൽ ചെന്നാലും കുഞ്ഞ് ഭയങ്കരമായിട്ട് നിലവിളിച്ച് കരയുമായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഞാൻ അസിഡിറ്റി നോക്കി, അങ്ങനെ പല നോക്കിയിട്ട് മാറുന്നില്ല. പിന്നെയാണ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നോർമൽ ബർത്തിൽ വജനൽ പാത്തിലുണ്ടാകുന്ന ബാക്ടീരിയൽ കോളനി കുഞ്ഞിലേക്ക് ഉള്ളിലേക്ക് എത്തിയതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു യൂറിനറി ഇൻഫെക്ഷനാണ് കുഞ്ഞിനുണ്ടായിരുന്നത്. ഈ യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് യൂറിനറി ഇൻഫെക്ഷൻ മാറാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആ കരയുന്ന ഒരു സ്വഭാവം മാറി. പിന്നെ കുഞ്ഞ് സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിച്ചു. ഇത് വളരെ റെയറാണ്, പക്ഷെ പലപ്പോഴും നോർമൽ ഡെലിവറിയിൽ ഇത്തരത്തിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുഞ്ഞ് കരയുമ്പോഴൊക്കെ അല്ലെങ്കിൽ കുഞ്ഞ് ഇപ്പൊ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കരയും. അപ്പോഴൊക്കെ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ സംഭവിക്കുന്നതാണ്. അമിതമായ മുലപ്പാലിന്റെ സാന്നിധ്യം മൂലം മുലപ്പാൽ ദഹിക്കാണ്ട് വരികയും അത് ഒരു കോളിക് പെയിൻ, വയറുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അമിതമായിട്ട് മുലപ്പാൽ കൊടുത്തതാണ് 2 മണിക്കൂറിനും ഇടവിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ കുഞ്ഞ് കരയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുമ്പോഴൊക്കെ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലേക്ക് വയറുവേദന വരാം. അത് അമിതമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാവണമെന്നില്ല. അമ്മ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ചില്ലെങ്കിൽ അമ്മയുടെ മുലപ്പാലിന്റെ കട്ടി ഭയങ്കരമായിട്ട് കൂടുകയും ഇത് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ പറ്റാതെ വരികയും അത് വയറുവേദനയ്ക്ക് കാരണമാവും. ഇത് പലപ്പോഴും പ്രസവരക്ഷാ മരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് അമിതമായിട്ട് പോഷണമുള്ള കലോറിക് വാല്യൂ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴൊക്കെയാണ് ഇതും സംഭവിക്കാറുള്ളത്. അതല്ലെങ്കിൽ ഇറച്ചി മീനൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ മുലപ്പാൽ കട്ടി കൂടുന്നു. അത് മുലപ്പാൽ ദഹിക്കാതെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും വയറുവേദന കാരണം. അപ്പോൾ അമ്മയുടെ ദഹനത്തെ ഇമ്പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ മുലപ്പാലിന്റെ കട്ടി കുറയുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കരച്ചിലിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വേണ്ടത്ര മുലപ്പാൽ കിട്ടിയില്ലെങ്കിലും കുഞ്ഞുങ്ങൾ കരയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മുലപ്പാൽ ആയുർവേദത്തിൽ പറയും അമ്മയുടെ മുലപ്പാൽ സഫീഷ്യന്റ് അല്ലെങ്കിൽ നമുക്ക് ആടിന്റെ പാലോ പശുവിൻ പാലോ വളരെയധികം നേർപ്പിച്ച് 8-1 ആയിട്ട് നേർപ്പിച്ച് നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ മുലപ്പാലിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ വിചാരിക്കും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നതും മലം പോകുന്നതൊക്കെ നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും. സഫീഷ്യന്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ മുലപ്പാൽ കിട്ടുന്നുണ്ട് നടത്തും. അതേസമയം മൂത്രം ഒഴിക്കുന്നത് കുറവാണ്, മലം പോകുന്നത് കുറവാണെങ്കിൽ മുലപ്പാലിന്റെ കുറവ് കൊണ്ടാണ് കുഞ്ഞ് സദാസമയം കരയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ ഒരു റീസൺ എന്ന് നമുക്ക് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മൂക്കടപ്പ്. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ കട്ടിയിട്ടുള്ള പാല് കുടിക്കുന്നു, ഇതൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ മൂക്ക് എപ്പോഴും രാത്രി സമയം വരുമ്പോൾ പെട്ടെന്ന് മൂക്കടയും. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ശ്വാസം മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റാത്തത് മൂലം കരച്ചിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ ബ്രോങ്കോഡൈലേഷനോ അല്ലെങ്കിൽ മൂക്കടപ്പ് മാറുന്ന മരുന്നുകൾ, കുറച്ചുകൂടി ശ്വസിക്കാൻ എളുപ്പമുണ്ടാകുന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാനും രാത്രി സമയത്ത് കിടന്നുറങ്ങാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ
നാസൽ ബ്ലോക്ക് വരുന്നുണ്ടോ കുഞ്ഞുങ്ങളിൽ വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി അതിനനുസരിച്ച് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി ജനറൽ അറിയാം, നമുക്ക് ജനറലി കുഞ്ഞുങ്ങൾ കരയുന്നത് വിശക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാമ്പറിങ് അമ്മയുടെ സ്നേഹം വേണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാകുമ്പോൾ, അങ്ങനെ പല അസ്വസ്ഥതകൾ വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ കരയുമെന്നുള്ളത് നമുക്ക് വളരെ കോമൺ ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 5 കാരണങ്ങളാണ് പ്രധാനമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുഞ്ഞുങ്ങൾ കരയുന്നതിന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കി അതിന്റെ ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗത്തൊന്നും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ ഒരു അലവസരപ്പെടുത്തുന്ന ഈ ഒരു കരച്ചിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ആയുർവേദ മരുന്നുകളെല്ലാം വളരെ എഫക്റ്റീവ് ആണ്. കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വിത്തിൻ ഒരു മണിക്കൂറുകൾ കൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടുന്ന മരുന്നുകൾ നമുക്ക് ആയുർവേദത്തിലുണ്ട്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.